എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ കാത്തിരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മെയ് മാസത്തിൽ 2000 രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന സൂചനകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ വാർത്ത വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് ഈ മാസം വലിയ ആശ്വാസം ലഭിക്കുമെന്ന ചർച്ച ശക്തമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി പെൻഷൻ വിതരണം വൈകിയതും കുടിശ്ശിക രൂപപ്പെട്ടതുമാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സർക്കാർ ഘട്ടം ഘട്ടമായി വിതരണം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ്. ചില ബാങ്ക് അക്കൗണ്ടുകളിൽ പരിശോധനാ നടപടികൾ ആരംഭിച്ചുവെന്നും ആധാർ OTP വെരിഫിക്കേഷൻ വീണ്ടും സജീവമായതായും ഗുണഭോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. അതിനാൽ തന്നെ പെൻഷൻ ഉടൻ അക്കൗണ്ടിൽ എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉയരുന്നത്. ഇതിനിടെ ധനവകുപ്പ് പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ കൃത്യമായ തീയതി ഉറപ്പിക്കാനാകില്ല. എന്നിരുന്നാലും ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്കിംഗ്, മൊബൈൽ നമ്പർ എന്നിവ ശരിയായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും OTP സംബന്ധിച്ച സന്ദേശങ്ങൾ ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കുന്നവർക്ക് വെരിഫിക്കേഷൻ മെസ്സേജ് വരാം. അതിനാൽ പരിചയമില്ലാത്ത ആളുകൾക്ക് OTP കൈമാറരുത്. സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് അധികൃതർ ഒരിക്കലും OTP ഫോൺ വഴി ചോദിക്കില്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസം 2000 രൂപ ലഭിക്കുമെന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേർ അക്ഷയ കേന്ദ്രങ്ങളിലും ബാങ്കുകളിലും എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് പരിശോധിക്കാനുമെന്നാണ് ആളുകൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെ കുടിശ്ശിക തുകയും ഈ മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യം ഒരു മാസത്തെ തുകയാണ് വിതരണം ചെയ്യാൻ സാധ്യത. പിന്നീട് ബാക്കി കുടിശ്ശിക ഘട്ടം ഘട്ടമായി നൽകാൻ സർക്കാർ ശ്രമിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് വളരെ പ്രധാനമാണ്. മരുന്ന് വാങ്ങാനും ചികിത്സയ്ക്കും ദിവസേനയുള്ള ചിലവുകൾക്കും ഈ തുകയാണ് പലർക്കും ഏക ആശ്രയം. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം വൈകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ ജനങ്ങൾ നേരിടുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിതരണം ആരംഭിച്ചാൽ ഏത് ബാങ്കുകളിൽ ആദ്യം എത്തും, ഏത് ജില്ലകളിലാണ് വിതരണം വേഗത്തിൽ നടക്കുക, കുടിശ്ശിക എപ്പോൾ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത അപ്ഡേറ്റുകൾ വ്യക്തമാകും. നിങ്ങൾക്കും പെൻഷൻ സംബന്ധിച്ച് SMS അല്ലെങ്കിൽ OTP ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കൂ. നിങ്ങളുടെ ജില്ലയിൽ വിതരണം ആരംഭിച്ചു എന്ന് പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. പുതിയ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.